അപ്രകാരം ശരിയായ വിജ്ഞാനമില്ലാത്ത, ശരിയായ ഈമാനില്ലാത്ത ആളുകൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങളായിരിക്കും അവൻ്റെ കൂടെ ഉണ്ടാവുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതത്തിൽ നല്ല അറിവും ഈമാനും അത് എക്കാലഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണത്. പല ആളുകളും പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ പഠിക്കേണ്ടത് മതമൊന്നുമല്ല, ഖുർആനും ഹദീസും ഇതേപോലെയുള്ള വിഷയങ്ങൾ അതൊന്നും ബുദ്ധിയുള്ള ആളുകൾക്കും യുക്തിയുള്ള ആളുകൾക്കും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും യോജിച്ച കാര്യമല്ല. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഫിസിക്സാണ്, കെമിസ്ട്രിയാണ്, ബയോളജിയാണ്, ടെക്നോളജിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആളുകളായി രംഗത്ത് വരുന്ന ആളുകളുണ്ട്. ഇതേപോലെയുള്ള ചർച്ചകളെ അവർ പരിഹസിക്കുന്നു. അവർ അവിശ്വാസികളല്ല, അവർ വിശ്വാസികളാണ്. എന്നാൽ പോലും ഇതേപോലെയുള്ള വിഷയങ്ങളെയെല്ലാം പരിഹസിക്കുകയോ കളിയാക്കുകയോ തള്ളിക്കളയുകയോ പഠിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ അറിയുക, ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പും ഒരുപാട് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിലൊക്കെ രക്ഷപ്പെടുന്നത് മതത്തിലുള്ള അറിവ് കൊണ്ടാണ് സഹോദരങ്ങളെ. ഈമാനും ഇഖ്ലാസും ഇൽമും നേടിയെടുക്കുമ്പോൾ അവർക്ക് മാത്രമേ അത്തരം ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. നിങ്ങൾ നോക്കുക, ദജ്ജാലിൻ്റെ കയ്യിലുണ്ടാകുന്ന പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ ഒരു ചുരുങ്ങിയ അഥവാ ആശയങ്ങൾ ചോർന്നു പോകാതെ എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മഅഹു ജന്നത്തുൻ വനാറുൻ, ദജ്ജാലിൻ്റെ കൂടെ ഒരു ജന്നത്തും ഉണ്ടാകും ഒരു നാറും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു നല്ല തോട്ടവും ഉണ്ടാകും, അതേപോലെ തന്നെ തീയുമുണ്ടാകും. അഥവാ നാർ എന്ന് പറഞ്ഞാൽ തീ, നരകമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള, അതേപോലെ തന്നെ സ്വർഗമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ജന്നത്തും ഉണ്ടാകും. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഫനാറുഹു ജന്ന, പക്ഷെ തീയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അതാണ് നല്ല തോട്ടം. എന്നാൽ വ ജന്നത്തുഹു നാറുൻ, എന്നാൽ തോട്ടം എന്ന് തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തീയുമായിരിക്കും. ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഈ കാര്യം പ്രവാചകൻ പഠിപ്പിച്ചത് ഹദീസിലൂടെ മനസ്സിലാക്കാത്ത ഒരാൾ തീർച്ചയായും അബദ്ധത്തിൽ പെടില്ലേ സഹോദരങ്ങളെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പ്രവാചകൻ പറയുന്നത് അവൻ്റെ കയ്യിൽ നല്ല ഒരു തോട്ടം, മനോഹരമായ ഒരു തോട്ടവും ഉണ്ടാകും, തീയുടേതായ ഒരു പ്രദേശവും ഉണ്ടാകും. പക്ഷെ ആ തീയായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ തോട്ടം, തോട്ടമായി കാണുന്നതാണ്, ജന്നത്തായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ നാറ്, തീ. അപ്പോൾ ഈ അബദ്ധം തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് മനസ്സിലാക്കിയേ മതിയാകൂ. ഇത് അവൻ്റെ കയ്യിലുള്ള വലിയൊരു പരീക്ഷണമായിരിക്കും. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലഅന അഅലമു ബിമാ മഅദ് ദജ്ജാലി മിൻ, ദജ്ജാലിൻ്റെ കൂടെ എന്താണ് ഉണ്ടാവുക എന്നത് എനിക്ക് ഏറ്റവും അറിയാം. മഅഹു നഹറാനി യജ്രിയാൻ, അവൻ്റെ കൂടെ ഒഴുകുന്ന 2 പുഴകൾ ഉണ്ടാകുമെന്നാണ്. മഅഹു നഹറാനി യജ്രിയാൻ, സഞ്ചരിക്കുന്ന 2 പുഴകൾ അവൻ്റെ കൂടെയുണ്ടാകും. അഹദുഹുമാ റഅയൽ ഐനി മാഉൻ അബിയദ്, കണ്ണുകൊണ്ട് കാണാൻ അതിൽ ഒന്ന് മാഉൻ അബിയദ്, നല്ല വെളുത്ത, അതേപോലെ തന്നെ നല്ല തിളങ്ങുന്ന വെള്ളം, നല്ല ശുദ്ധിയുള്ള വെള്ളമായിട്ടാണ് ഒന്ന് കാണുക. വൽ ആഖറു റഅയൽ ഐനി നാറുൻ തഅജ്ജജു, എന്നാൽ മറ്റൊരു പുഴ കാണുന്നത് എങ്ങനെയായിരിക്കും? കത്തിയാളുന്ന ഒരു തീയായിട്ടാണ് കാണുക. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം, ആ വെള്ളത്തിൻ്റെ ഒരു നദി, അതേപോലെ തന്നെ നല്ല തീജ്വാലയുടെ മറ്റൊരു നദിയും ഉണ്ടാകും. ഇങ്ങനെയാണ് അവൻ വരിക. അവൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ അതുണ്ടാവും. പ്രവാചകൻ പറഞ്ഞു, ഫഇമ്മ അദ്റകന്ന അഹദുൻ, അങ്ങനെ അത് നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ആ പരീക്ഷണത്തെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഫൽയഅതിൻ നഹറല്ലദീ യറാഹു നാറാ, തീയായി നിങ്ങൾ കാണുന്നതിലേക്ക് നിങ്ങൾ പോകണം. വലിയുഗമ്മിദ്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ചുമ്മണം. കാരണം തീ ആളിപ്പടരുന്നത് കാണുമ്പോൾ അത് തീയല്ല എന്നറിഞ്ഞാൽ പോലും ആ കാഴ്ച ഒരു പക്ഷേ നിങ്ങളെ പേടിപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് എന്ത് വേണം? പ്രവാചകൻ പറഞ്ഞു, വലിയുഗമ്മിദ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ചുമ്മണം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഈ ഒരു കാര്യം പഠിക്കാത്തവന് എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ കണ്ണു ചുമ്മാൻ കഴിയുക? അല്ലെങ്കിൽ ആ തീയായി കാണുന്നത് യഥാർത്ഥത്തിൽ നല്ല വെള്ളമാണ് എന്നയാൾ എങ്ങനെ തിരിച്ചറിയും? പ്രവാചകൻ പഠിപ്പിച്ചതിൽ വിശ്വസിക്കാത്ത, പ്രവാചകന്റെ ഹദീസുകളെ അംഗീകരിക്കാത്ത ആളുകൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞു, വലിയുഗമ്മിദ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പൂട്ടണം. സുമ്മ ലിയുതഅതി റഅസഹു,
എന്നിട്ട് മെല്ലെ തല താഴ്ത്തുക. ഫയശ്റബ മിൻഹു, എന്നിട്ട് അതിൽ നിന്ന് കുടിച്ചോളൂ നിങ്ങൾ. ഫഇന്നഹു മാഉൻ ബാരിദ്, അത് തണുത്ത വെള്ളമായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ തീയായി തോന്നിയത് യഥാർത്ഥത്തിൽ തണുത്ത വെള്ളമാണ്. എന്നാൽ തിളക്കമുള്ള തെളിച്ചമുള്ള വെള്ളമായി തോന്നിയത് അത് യഥാർത്ഥത്തിൽ തീയുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ഇതും ദജ്ജാലിൻ്റെ കൂടെയുണ്ടാകുന്ന വമ്പിച്ച പരീക്ഷണത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.